മക്കളെ, ഇന്ന് നമുക്കൊരു ബാച്ച്ത് പഠിക്കാം. ഇത് എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാച്ച്താണ്. ബാച്ച് എന്ന് പറഞ്ഞാൽ വാർത്താലാപ് കോൺവെർസേഷൻ. നിങ്ങൾക്കത് എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും നിങ്ങളിത് ചെയ്ത് പഠിക്കുക. അതായത് ചായ് വാല ഓർ ലേഖിക കെ ബീച്ച് കെ വാർത്താലാപാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. ചായക്കടക്കാരനും അതുപോലെ തന്നെ ലേഖികയും തമ്മിലുള്ള സംഭാഷണം. അവർ രണ്ടുപേരും ചായ കുടിക്കുന്ന സമയത്ത് സംസാരിക്കുന്നുണ്ടല്ലേ പാഠഭാഗത്തില്. അപ്പൊ അത് നമ്മൾ സംഭാഷണമാക്കിയിട്ട് എഴുതാം. ലേഖിക, ഭയ്യ ചോട്ടെ കപ്പ് മേ ചായ് ദീജിയേഗ. ആ ലേഖിക ചോദിക്കാണ്, ഭയ്യ ഭയ്യ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചോണ്ട് കേട്ടോ. ഭയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഡോട്ട് ഇട്ട് സ്പേസ് കൊടുത്തിട്ട് പിന്നെ ചോട്ടെ കപ്പ് മേ ചായ് ദീജിയേഗ അങ്ങനെ എഴുതണേ. ലേഖിക, ഭയ്യ അങ്ങനെ വിളിക്കാണ്, സഹോദര ചോട്ടെ കപ്പ് മേ ചായ് ദീജിയേഗ. ആ ചെറിയ കപ്പ് ചായ തരാൻ വേണ്ടിയിട്ട് പറയാണ് ലേഖിക. ചായ് വാല, ഹാ ജി ജറൂർ ശക്കർ വാലി ഹേന. അപ്പോൾ ചായ് വാല പറയാണ്, ചായക്കടക്കാരൻ എന്താ പറയുന്നത്, ഹാ ജി അതെ. ചെറിയ കപ്പിൽ ചായ തരാൻ വേണ്ടി പറയുന്ന സമയത്ത് അതെ തരാം, ജി ഹാം തരാന്ന് പറയാണ്. ജറൂർ തീർച്ചയായും തരാം. ശക്കർ വാലി ഹേന, ശക്കർ വാലി പറഞ്ഞാൽ മധുരമുള്ളതല്ലേ ചോദിക്കാണ്. മധുരമുള്ള ചായ അല്ലേ വേണ്ടത് എന്ന്. ശക്കർ വാലി ഹേന, മധുരമുള്ളതല്ലേ എന്ന് ചോദിക്കുന്നു. ലേഖിക, ഹാ ഭയ്യ ചോട്ടെ കപ്പുമേ. അപ്പൊ ലേഖിക പറയുന്നു, ഹാ ഭയ്യ അതെ ഭയ്യ, ചോട്ടെ കപ്പുമേ ചെറിയ കപ്പില്. വീണ്ടും പറയാണ് അല്ലെ, ചെറിയ കപ്പില് മതി എന്ന് പറയാണ്. ചായ് വാല, പിജിയനാബ്. താങ്കൾ കുടിച്ചാലും പിജിയനാബ്. അത് വലിയ കപ്പിലാവും കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ കുടിച്ചാലും ചെറിയ കപ്പിൽ മതി എന്ന് വീണ്ടും ലേഖിക പറയുന്നു. പക്ഷെ ചായക്കടക്കാരൻ വലിയ കപ്പിൽ കൊടുത്തിട്ട് എന്താ പറയണത്, പിജിയനാബ് നിങ്ങളിത് കുടിച്ചാലും. ലേഖിക, ശുക്രിയ നന്ദി. ശുക്രിയ പറഞ്ഞാല് നന്ദി പറയാണ് ലേഖിക. അപ്പൊ ചായക്കടക്കാരൻ വീണ്ടും, ചായ് വാല, കോയി അസ്പത്താൽ മേ അഡ്മിറ്റ് ഹേ ക്യാ. ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ? ലേഖികനെ കുറേ ദിവസമായിട്ട് ഇവിടെ വരുന്നതും പോകുന്നതും ചായക്കടയിലേക്ക് വരുന്നതും റിപ്പോർട്ട് എടുക്കാൻ പോകുന്നതും ഒക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് അങ്ങോട്ടും നടക്കുന്നത് ആര് കാണുന്നുണ്ടായിരുന്നു? ചായക്കടക്കാരൻ കാണുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ചായക്കടക്കാരൻ ചോദിക്കാണ്, കോയി അസ്പത്താൽ മേ അഡ്മിറ്റ് ഹേ ക്യാ. ഇവിടെ ഹോസ്പിറ്റലിൽ ആരെങ്കിലും അഡ്മിറ്റ് ആണോ എന്ന് ചായക്കടക്കാരൻ ചോദിക്കാണ്. അവിടുന്ന് ചായയൊക്കെ കുടിച്ച സമയത്ത് ചോദിക്കാണ്, കോയി അസ്പത്താൽ മേ അഡ്മിറ്റ് ഹേ ക്യാ. ക്യാ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാട്ടോ. ലേഖിക, മുജ്സെ പറഞ്ഞ എന്നോടാണോ ചോദിക്കുന്നത് എന്ന് ലേഖിക ചോദിക്കാണ്. മുജ്സെ എന്നോടോ? ചായ് വാല, ഹാ ആപ്സെ പൂച്ച് രഹാ ഹൂം. അപ്പൊ ചായക്കടക്കാരൻ എന്താ പറയണത്, ഹാ ആപ്സെ പൂച്ച് രഹാ ഹൂം. നിങ്ങളോട് തന്നെയാണ് ചോദിക്കുന്നത്. ഹാ ആപ്സെ പൂച്ച് രഹാ ഹൂം. നിങ്ങളോട് തന്നെയാണ് ചോദിക്കുന്നത്. ലേഖിക, ഹാ ജി അതെ. ജി പറഞ്ഞാൽ ബഹുമാന സൂചകമായിട്ടാണ് ജി പറയാ. സാർ എന്നൊക്കെ വിളിക്കൂലേ അതേപോലെ, അതെ സാർ എന്ന് പറയില്ലേ നമ്മള്, അതന്നെയാണ് ലേഖിക പറയാണ്, ഹാ ജി അതെ, ഹാ ജി എന്ന് പറയാണ്. ചായ് വാല, मैं आपको हमेशा पढ़ता हूँ, बहुत अच्छा लगता है. അപ്പൊ ചായക്കടക്കാരൻ എന്താ പറയുന്നത്, ലഗത്താ ഹെ ഒക്കെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റോപ്പുകളൊന്നും പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഈ നീല മഷി കൊണ്ട് ഇങ്ങനെ വരച്ചത് കേട്ടോ. നിങ്ങളൊക്കെ അതങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ടടുത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതണേ. ചായ് വാല, मैं आपको हमेशा पढ़ता हूँ. मैं आपको हमेशा पढ़ता हूँ, बहुत अच्छा लगता है. അതായത് ഞാൻ നിങ്ങളുടെ കൃതികളൊക്കെ വായിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. मैं आपको हमेशा पढ़ता हूँ. हमेशा പറഞ്ഞാൽ എല്ലായ്പ്പോഴും, ഞാൻ എല്ലായ്പ്പോഴും വായിക്കാറുണ്ട്. അതായത് നമ്മുടെ ലേഖികയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. बहुत अच्छा लगता है, വളരെ നല്ലതാണ്, വളരെ നല്ല പുസ്തകങ്ങളാണ് ലേഖിക എഴുതുന്നതൊക്കെ. ലേഖികയുടെ പേരെന്താണ്? ജെസിന്ത കർക്കറ്റ അല്ലേ. ജെസിന്ത കർക്കറ്റയുടെ ലേഖനങ്ങളൊക്കെ എങ്ങനെയാണെന്നാ പറഞ്ഞത്, കൃതികളൊക്കെ വളരെ നല്ലതാണ് എന്നാണ് ചായക്കടക്കാരൻ പറയുന്നത്. ലേഖിക, ശുക്രിയ ലോ ചായ്ക്കേ പൈസേ. അപ്പൊ എന്താ ലേഖിക പറയുന്നത്, ശുക്രിയ നന്ദി. അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് നന്ദി പറയണം. നന്ദി. ലോ ചായ്ക്കേ പൈസേ, എടുത്തോളൂ ചായയുടെ പൈസ. ചായയുടെ പൈസ എടുത്തോളൂ എന്ന് പറയാണ് ലേഖിക. ലോ ചായ്ക്കേ പൈസേ. ചായ് വാല, പൈസയ്ക്ക് ബാത് മേ ദേഖേംഗെ. പൈസേന്റെ കാര്യം പിന്നെ നോക്കാം. ചായക്കടക്കാരൻ എന്താ പറയുന്നത്, പൈസയ്ക്ക് പൈസയുടെ കാര്യം ബാത് മേ ദേഖേംഗെ പിന്നെ നോക്കാം. ലേഖിക, ശുക്രിയ ഫിർ മിലെ. അപ്പൊ ലേഖിക എന്താ പറയുന്നത്,
നന്ദി, പിന്നെ കാണാം. ശുക്രിയ, ഫിർ മിലെ. ശരി, നന്ദി, പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ലേഖിക അവിടെ നിന്ന് മടങ്ങുന്നതായിട്ടാണ് എന്ത് വാർത്താലാപ്. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ രീതിയിലാണ് വാർത്താലാപ് എഴുതിയിട്ടുള്ളത്. എല്ലാവരും അത് നോക്കി എഴുതിയെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വാർത്താലാപ്. ചായക്കടക്കാരനും ലേഖികയും തമ്മിലുള്ള ബാധ്യത്ത് ഇത് എക്സാമിന് ചോദിക്കാൻ വളരെ കൂടുതൽ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ലേഖിക, ഭയ്യ ചോട്ടെ കപ്പ് മേ ചായ് ദീജിയേഗാ. चाय वाला, हाँ जी जरूर, शक्कर वाली है ना. लेखिका, हाँ भैया छोटे कप में. चाय वाला, पीजिए ना आप. लेखिका, शुक्रिया. चाय वाला, कोई अस्पताल में एडमिट है क्या. लेखिका, मुझसे. चाय वाला, हाँ आपसे पूछ रहा हूँ. लेखिका, हाँ जी. चाय वाला, मैं आपको हमेशा पढ़ता हूँ, बहुत अच्छा लगता है. लेखिका, शुक्रिया, लो चाय के पैसे. चाय वाला, पैसे की बात बाद में देखेंगे. ലേഖിക, ശുക്രിയ, ഫിർ മിലെ. അപ്പൊ നമ്മുടെ വാർത്താലാപം ഇവിടെ കഴിഞ്ഞു. ഇതാണ് നമ്മൾ എഴുതിയിട്ടുള്ള ഒരു ചെറിയ വാർത്താലാപമാണിത്. നിങ്ങൾ ഇത് നോക്കിയിട്ട് എഴുതിയെടുക്കുക, നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ.